ഹലോ, ഗുഡ് ഈവനിങ്. PSC ടോക്സിന്റെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGLന്റെ മാത്സ് ആൻഡ് റീസണിങ്ങിനകത്ത് വരുന്ന ടോപ്പിക് ഡിസ്കഷൻ ആണ്. എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, അപ്പൊ അതിനെ പറ്റിയുള്ള ഡിസ്കഷൻ ആണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SSC CGL എന്താണെന്നും എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് വാട്ട് ഈസ് SSC, എന്താണ് SSC എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സാം പാറ്റേണും സിലബസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ആ സിലബസ് പ്രകാരം ഉള്ള മാത്സ് ആൻഡ് റീസണിങ്ങിനകത്ത് വരുന്ന ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. April 22 നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അതിനു മുന്നേ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പരീക്ഷ നടക്കുന്നത്, എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അറിഞ്ഞു വച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സെഷനിലോട്ട് പോവാം. അപ്പോ എക്സാം പാറ്റേൺ നമുക്ക് നോക്കുവാണെങ്കിൽ, നമ്മുടെ SSC CGLന്റെ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ അതില് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ് ആദ്യം കിടക്കുന്നത്. 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കിനാണ്. അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കിനാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കിനാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്കിനാണ്. ടോട്ടൽ 1 മണിക്കൂറിന്റെ പരീക്ഷയാണ് വരുന്നത്, അതായത് 60 മിനിറ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എത്രയാണ് ടോട്ടൽ മാർക്ക് വരുന്നത്? 200 മാർക്കാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പോ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം വെച്ചിട്ടാണ് ആ പറയുന്നത് 50 മാർക്കിലോളം എത്തുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ. ഇതിനകത്ത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് കണ്ടായിരുന്നോ, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് കണ്ടായിരുന്നോ. അപ്പോ ഇതിന്റെ എന്താണ് നമ്മുടെ സിലബസ് ഡിസ്കഷൻ അല്ലെങ്കിൽ ടോപ്പിക് വൈസ് സിലബസ് ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി Tier 2 നോക്കിക്കഴിഞ്ഞാലും ഈ സെയിം പറയുന്ന മാത്തമെറ്റിക്കലും അതുപോലെ മാത്തമെറ്റിക്സും അതുപോലെ റീസണിങ്ങും വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ പേപ്പർ 1 എന്ന് പറയുന്നത്, പേപ്പർ 1 സെഷൻ 1 ആ പറയുന്ന 1 മണിക്കൂർ. ഓക്കെ, ഓരോ സെഷനും നമുക്ക് എന്താണ്, ഓരോ മണിക്കൂർ, ഓരോ സെക്ഷനും ഓരോ മണിക്കൂറാണ്. അപ്പൊ നോക്കിക്കേ, ഇതിനകത്ത് ഇപ്പോ നോക്കുകയാണെങ്കിൽ മാത്സ് ആണെങ്കിലും റീസണിങ് ആയിരുന്നെങ്കിലും 30 ക്വസ്റ്റ്യൻസ് വീതം വെച്ചിട്ടുണ്ട്. അതുപോലെ 60 × 30 3, അതായത് നമുക്ക് ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് 3 മാർക്കിനാണ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ 3 മാർക്കിനാണ് വരുന്നത്. 180 മാർക്കിനാണ് അവിടെ വരിക. ഇനി നമുക്ക് സെക്ഷൻ 2 വരുമ്പോഴേക്ക്, അപ്പൊ സെക്ഷൻ 1 ഇത് 1 മണിക്കൂറാണ്. അതായത് നമ്മുടെ മാത്സും റീസണിങ്ങും വരുന്നത് 1 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് സെക്ഷൻ 2 വരുന്ന ഇംഗ്ലീഷും അവയർനെസ്സും 1 മണിക്കൂറാണ്. അത് രണ്ടും കൂടെ വരിക. 45 ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 70 ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട് 210 ആണ്. പിന്നെ സെക്ഷൻ 3 വരുമ്പോൾ അത് 15 മിനിറ്റ് ആണ് വരിക. അവിടെ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ ആണ്. 20 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് വീതം വെച്ചിട്ട് 60 മാർക്കാണ്. ഇനി സെഷൻ 2 സെക്ഷൻ 3 വരുമ്പോഴേക്കും അത് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് മൊഡ്യൂൾ ആണ് അവിടെ വരിക. അത് ഒരു ഡേറ്റ എൻട്രി ടാസ്ക് തരുന്നതാണ് ഈ പറയുന്ന സംഭവം. അത് കഴിഞ്ഞ് ഇത് പേപ്പർ 1 ആണ്. ഇനി പേപ്പർ 2 കൂടെ വരുന്നുണ്ട്. പേപ്പർ 2 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. അവിടെ 100 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വീതം വെച്ചിട്ട് 2 മണിക്കൂർ 200 മാർക്കിനാണ് അവിടെ ചോദ്യം. ഇതാണ് Tier 2. അപ്പൊ Tier 1 ആയിരുന്നാലും Tier 2 ആയിരുന്നാലും അതിനകത്ത് നമുക്ക് മാത്സ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും വരുന്നുണ്ട്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഓരോ ടോപ്പിക്സും അറിഞ്ഞിരിക്കാം. Tier 1 ആയാലും Tier 2 ആയാലും സെയിം ടോപ്പിക്കിൽ തന്നെയാണ് അവിടെ പഠിക്കേണ്ടത്. ലെവൽ മാത്രം കുറച്ചൊന്ന് മാറ്റി കൊടുത്താൽ മതിയാകും. അപ്പൊ നമുക്ക് QAയുടെ ടോപ്പിക്കിലേക്ക് പോവാം. QAയുടെ ടോപ്പിക് നോക്കിക്കേ, ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, QA ടോപ്പിക് നോക്കുമ്പോഴേക്കും അതിൽ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹോൾ നമ്പേഴ്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ് ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സ്ക്വയർ റൂട്ട്സ്, ആവറേജസ്, പിന്നെ ഇൻട്രസ്റ്റ് പറയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് അതായത് പാർട്ട്ണർഷിപ്പ്, പിന്നെ മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ. അപ്പോൾ ഇത് ഞാൻ ഒരു സെറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കോമൺലി നമ്മുടെ എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് പഠിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ QAയുടെ അരിത്തമെറ്റിക് സെഷൻ ആണ് കേട്ടോ. 2 സെക്ഷൻസ് ഉണ്ട് QAക്ക്, ഒന്ന് അരിത്തമെറ്റിക്കും ഒന്ന് അഡ്വാൻസ്ഡും. അപ്പൊ അരിത്തമെറ്റിക് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഹോൾ നമ്പേഴ്സ്, ഡെസിമൽ, ഫ്രാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ.
സിംപ്ലിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു വൈസ് നമുക്ക് ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് പെർസെൻറ്റേജ് ആവറേജ് റേഷ്യൽ പ്രൊപ്പോർഷൻ. മാത്സിന്റെ ബേസിക് ടൂൾസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കുക. വേറെ ഏത് ചാപ്റ്റർ എടുത്താലും നമ്മൾ ഈ പറയുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ റേഷ്യോ ചെയ്യാം, അല്ലെങ്കിൽ ആവറേജ് ചെയ്യാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെച്ച് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ സ്ക്വയറും സ്ക്വയർ റൂട്ട്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ മെയിൻ ചാപ്റ്റേഴ്സ് ആയ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, പാർട്ട്ണർഷിപ്പ്, റേഷ്യൽ പ്രൊപ്പോർഷൻ അകത്ത് ആ ഒരു പോർഷനിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. നെക്സ്റ്റ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്. നെക്സ്റ്റ് വരുമ്പോഴേക്കും ബേസിക് ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ്. അപ്പോൾ ടൈം ആൻഡ് വർക്ക് വരെ നമുക്ക് എന്ത് വന്നു? അരിത്തമെറ്റിക് സെക്ഷൻ വന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് അഡ്വാൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അഡ്വാൻസ്ഡ് എന്താണ്? ബേസിക് ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ് ഓഫ് സ്കൂൾ ഓൾജിബ്ര ആൻഡ് എലിമെന്ററി സെർട്സ്. അതായത് സെർട്സ് ആൻഡ് ഇൻഡിസസും നമ്മുടെ സ്കൂളിൽ പഠിച്ച, അതായത് സ്കൂൾ ഓൾജിബ്ര പഠിച്ചില്ല, അതിന്റെ ബേസിക് ആയിട്ട് വരുന്ന ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ്. പിന്നെ ഗ്രാഫ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ട്രയാങ്കിളും അതിന്റെ വേരിയസ് കൈൻഡ്സ് ഓഫ് സെന്റേഴ്സും, പിന്നെ ട്രയാങ്കിൾസിന്റെ തന്നെ കോൺഗ്രുവൻസും സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്, പിന്നെ സർക്കിളും അതിന്റെ കോഡുകളും, പിന്നെ ടാൻജൻസ്, പിന്നെ എന്താണ് ആംഗിൾ സബ്റ്റൻഡ് ബൈ കോഡ്സ് ഓഫ് എ സർക്കിള്, കോമൺ ടാൻജൻസ് ടു 2 or more സർക്കിൾസ്, ഇതെല്ലാം സർക്കിൾസിനകത്ത് വരുന്നതാണ്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും ട്രയാങ്കിള് പ്രത്യേകമായിട്ട് വരുന്നത് ക്വാഡ്രിലാറ്ററൽസ്, റെഗുലർ പോളിഗൺസ്, സർക്കിള്, റൈറ്റ് പ്രിസം, റൈറ്റ് സർക്കുലർ കോൺ, ഇതെല്ലാം നമുക്ക് ഏകദേശം എന്താണ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ, സ്പിയർ, ഹെമിസ്ഫിയർ, ഇതെല്ലാം എന്താ റെക്ടാങ്കുലർ പാരലോ പൈപ്ഡ്, ഇതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ മെൻസുറേഷൻ 2 and 3D. ഓക്കെ, മെൻസുറേഷൻ 2 and 3D ആണ് ഇവിടെ പറയുന്നത്. 2D and 3D അതാണ് ഈ പറയുന്നത്. പിന്നെ നമുക്ക് പിന്നെ വരുമ്പോൾ റെഗുലർ റൈറ്റ് പിരമിഡ് വിത്ത് ട്രയാങ്കുലർ ഓർ സ്ക്വയർ ബേസ് വരാം. അത് കഴിഞ്ഞാൽ പിന്നെ ട്രിഗ്നോമെട്രി സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും അഡ്വാൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, ഡിഗ്രി ആൻഡ് റേഡിയൻ മെഷേഴ്സ്, അതിന്റെ സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റീസ്, പിന്നെ കോംപ്ലിമെന്ററി ആംഗിൾസ്. അത് കഴിയുമ്പോൾ ട്രിഗ്നോമെട്രി തന്നെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ബാർ ഡയഗ്രാം, പൈ ചാർട്ട്, DI, അതായത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് QA എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പഠിച്ചിരിക്കണം. ഇതിലെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് SSCക്ക്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ വളരെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. ഇതാണ് നമ്മുടെ എന്താണ് QAക്ക് അകത്ത് വരുന്ന ടോപ്പിക്സ്. നിങ്ങൾ നോക്കി വെക്കുക. ഇതെല്ലാം നമ്മുടെ ഒഫീഷ്യൽ സിലബസിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ്. ഇതിലൊന്നും തന്നെ നമുക്ക് എന്താണ് മാറ്റി നിർത്താൻ സാധിക്കില്ല. അപ്പോൾ അരിത്തമെറ്റിക്കും ഉണ്ട്, അഡ്വാൻസ്ഡും ഉണ്ട്. രണ്ട് നമ്മൾ പഠിക്കുക. ഇപ്പോൾ അരിത്തമെറ്റിക് സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആണ് വീക്ക് എങ്കിൽ അഡ്വാൻസ്ഡ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്. ഇപ്പോൾ ട്രിഗ്നോമെട്രിയുടെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്, ഓൾജിബ്ര നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സേർട്സ് ആൻഡ് ഇൻഡിസസ് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ ലീവ് ചെയ്താലും ബാക്കിയുള്ളത് സ്കോറിംഗ് വരുന്ന രീതിക്കുള്ള എന്താണ് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് റീസണിങ്ങിലേക്ക് പോവാം. ഇത് ഇത്രയാണ് 25 മാർക്കിന് 25 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ഇനി റീസണിങ്ങിലേക്ക് പോകുമ്പോൾ അനലോഗീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേസ് വിഷ്വലൈസേഷൻ, സ്പേഷ്യൽ ഓറിയന്റേഷൻ, പ്രോബ്ലം സോൾവിംഗ്, അനാലിസിസ്, ജഡ്ജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, ഒബ്സർവേഷൻ, റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്, അതായത് ബ്ലഡ് റിലേഷൻ, അരിത്തമെറ്റിക് റീസണിംഗ് ആൻഡ് ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, അരിത്തമെറ്റിക് നമ്പർ സീരീസ്, പിന്നെ നോൺ വെർബൽ സീരീസ് ഉണ്ട്, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഉണ്ട്, സിലോജിസ്റ്റിക്സ് റീസണിംഗ് ആണ്, അതായത് സിലോജിസം ഉണ്ട്, സിമന്റിക് അനലോഗി, അതുപോലെ സിംബോളിക് നമ്പർ അനലോഗി ഒക്കെ ചോദിക്കാം, ഫിഗർ അനലോഗി ചോദിക്കാം, സിമന്റിക് ക്ലാസിഫിക്കേഷൻ ചോദിക്കാം, സിംബോളിക് അല്ലെങ്കിൽ നമ്പർ ക്ലാസിഫിക്കേഷൻ ചോദിക്കാം, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ ചോദിക്കാം, സിമന്റിക് സീരീസ്, നമ്പർ സീരീസ്, ഫിഗറൽ സീരീസ്, പ്രോബ്ലം സോൾവിങ്, വേർഡ് ബിൽഡിങ്, പിന്നെ കോഡിംഗ് ഡീകോഡിങ്, ന്യൂമറിക്കൽ ഓപ്പറേഷൻസ്, സിംബോളിക് ഓപ്പറേഷൻസ്, ട്രെൻഡ്സ്, അതുപോലെ സ്പേസ് ഓറിയന്റേഷൻ, സ്പേസ് വിഷ്വലൈസേഷൻ, വെൻ ഡയഗ്രാംസ്, ഡ്രോയിങ് ഇൻഫറൻസസ്, പഞ്ച്ഡ് ഹോൾ ഓർ പാറ്റേൺ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്. ഇതൊക്കെ അറിയാം. നമ്മൾ പേപ്പർ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് തുറക്കുമ്പോൾ ഏത് കിട്ടും എന്നുള്ള അങ്ങനെ വരുന്ന നോൺ വെർബൽ റീസണിങ്, ഫിഗറൽ പാറ്റേണും ഫോൾഡിങ് ആൻഡ് കംപ്ലീഷനും, പിന്നെ ഇൻഡെക്സിങ്, അഡ്രസ് മാച്ചിങ്, പിന്നെ വരുമ്പോൾ ഡേറ്റ് ആൻഡ് സിറ്റി മാച്ചിങ് ചോദിക്കാറുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻട്രൽ കോഡ്സ് ഓർ റോൾ നമ്പർ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ
പൊതുവെ കാണുന്ന ഭയങ്കര ലോജിക്കായിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. വലിയ വലിയ ചാപ്റ്റർ പോലെയാണ് തന്നിരിക്കുന്നത്, ടോപ്പിക് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒക്കെ വളരെ വളരെ ഈസി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ സ്മോൾ ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, നമ്പർ കോഡിങ്, ഡീ കോഡിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, എംബഡ് ഫിഗേഴ്സ്, ഇതൊക്കെ ഫിഗേഴ്സിന്റെ രീതിയിൽ വരുന്നതാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്, ഇമോഷണൽ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്റലിജൻസ്. ഈ സോഷ്യൽ ഇന്റലിജൻസും ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു ആ ഒരു ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഇന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ വളരെ വിരളമായിട്ടാണ് ചോദിക്കുന്നത്. എന്നാലും നമ്മളത് ജസ്റ്റ് അതെല്ലാം നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റീസണിങ്ങിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ക്യൂ എ ആയിരുന്നാലും റീസണിങ് നിങ്ങൾ ഇത്രയും വായിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പൊതുവേ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് കോമ്പറ്റീറ്റീവ് എക്സാംസ് നമ്മൾ പൊതുവേ കാര്യങ്ങൾ പഠിക്കുന്നില്ലേ, ആ സെയിം തന്നെയാണ് റീസണിങ്ങിനകത്ത് വരുന്നത്. അല്ല വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ വെർബൽ റീസണിങ്, നോൺ വെർബൽ റീസണിങ് ഉണ്ട്. വെർബൽ റീസണിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഡിങ്, ഡീകോഡിങ്, ബ്ലഡ് റിലേഷൻ, സിലോജിസം, ഡയറക്ഷൻ അങ്ങനെ വരുന്നതാണ് വെർബൽ റീസണിങ്. നെക്സ്റ്റ് വരുന്ന നോൺ വെർബൽ റീസണിങ് എന്ന് പറയുമ്പോൾ ഫിഗേഴ്സ് വെച്ച് നമുക്ക് ചോദിക്കാറില്ലേ, സീരീസ് ആയാലും ക്ലാസിഫിക്കേഷൻ ആയാലും അനലോഗി ആയിരുന്നാലും നമുക്ക് നമ്മുടെ ഫിഗേഴ്സ് ചോദിക്കാറുണ്ട്, വെൻ ഡയഗ്രാം. ഇതൊക്കെ നോൺ വെർബൽ റീസണിങ്ങിനകത്ത് വരുന്നതാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ ക്യൂയുടെ കാര്യം. അപ്പൊ ഇത്രയാണ് നമ്മുടെ മാത്സിന്റെയും റീസണിങ്ങിന്റെയും എന്ത് വരുന്നത്, സിലബസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരിക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണ്, ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇപ്പോൾ സ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണ്, ഈ ഒരു ചാപ്റ്റർ എന്താണ് ഉള്ള എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇംഗ്ലീഷിന്റെ എന്താണ് പഠിക്കേണ്ടതെന്നും അതുപോലെ ജനറൽ അവയർനെസിന്റെ ഡീറ്റെയിൽ ടോപ്പിക്കുമായിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട്. അതുപോലെ April 7th PSC ടോക്സിന്റെ ഒരു SSC ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.